ഫൈറ്റ് എങ്ങനെയുണ്ട്? ഇപ്പൊ പള്ളിപ്പെരുന്നാൾ കൂടിയാ വന്നത്, ഇനി ബക്രീദും കൂടിയിട്ടേ പോകത്തുള്ളൂ തോന്നുന്നു. ഇപ്പോഴും 16ാമത്തെ ദിവസം, ഇത്രയും ദിവസം ഓടുമെന്ന് വിചാരിച്ചായിരുന്നു. കൂടുതൽ ദിവസം ഓടും ഇനി ആൾക്കാർ. പെരുന്നാളൊക്കെ സൂപ്പറാണ്, ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. നമുക്ക് എങ്ങനെയുണ്ട്? എന്താ സൂപ്പറാണ്, അടിപൊളി സൂപ്പർ സിനിമ. ഫൈറ്റ് എങ്ങനെയുണ്ട്? ഫൈറ്റ് ഇതുവരെ റെഗുലേറ്റ് ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? കുറേ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് സീൻ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ പ്രായത്തിലൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമായിട്ട്. ഇന്ന് 16ാമത്തെ ദിവസം, ഇത്രയും ദിവസം ഓടുമെന്ന് വിചാരിച്ചായിരുന്നു. കൂടുതൽ ദിവസം ഓടും ഇനി ആൾക്കാർ. പെരുന്നാളൊക്കെ 16ാമത്തെ ദിവസമായി, എങ്ങനെയുണ്ട്? കണ്ട പടം? കാരണം ഫസ്റ്റ് ഡേ തന്നെ, ഫസ്റ്റ് ഷോ തന്നെ കണ്ടാണ്. പിന്നെ ഞാൻ ഫാമിലി രണ്ടാമത് പോയി കണ്ടായിരുന്നു. ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 73 വയസ്സുകാരുടെ അഴിഞ്ഞാട്ടം പറയുന്നത് എനർജറ്റിക് എന്ന് പറഞ്ഞാൽ മാതിരി മാസം. പിന്നെ മലയാളത്തിൽ നമ്മൾ ഇതുവരെ ഈ നിയറസ്റ്റ് ടൈമിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു വില്ലനെ കിട്ടിയിട്ടുണ്ട്, രാജ്ബി ഷെട്ടി കൊണ്ട് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രമാത്രം എക്സ്പ്ലോർ ചെയ്തേക്കുന്ന നടനാണ്. ഇവർ രണ്ടുപേരും ഒരു കോമ്പായിട്ട് വരുമ്പോൾ, വില്ലനും നായകനായിട്ട് വരുമ്പോഴത്തേക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ജോസിൻ്റെ ഇടി ഒരു പഞ്ചിടി തന്നെയാണ്. അപ്പം ഫാമിലിയോടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് പടത്തിൽ. ടർബോ പള്ളിപ്പെരുന്നാൾ കൂടിയാ വന്നത്, ഇനി ബക്രീദും കൂടിയിട്ടേ പോകത്തുള്ളൂ തോന്നുന്നു. ഇപ്പോഴും ഞാൻ ലാസ്റ്റ് കണ്ട ടൈമിലാണെങ്കിലും ഫുൾ ക്രൂ ആണ്. മീൻസ് എന്താ പറയുക, ആൾക്കാരെന്തതുണ്ട്. സാധാരണ 2 ആഴ്ച കഴിയുമ്പോൾ പല പടങ്ങളും മാറേണ്ടതാണ്, പക്ഷേ 16ാം ദിവസം കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അല്ലേ. പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം ജോണറുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടം മേക്ക് ചെയ്തേക്കും. പിന്നെ മമ്മൂട്ടി കണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടി നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. വൈശാഖും മിഥുൻ മാനുവലിനോട് കൂടുമ്പോഴത്തെ പടത്തിന് 100% സാറ്റിസ്ഫാക്ഷൻ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. അവർ കാണാത്തവരോട് പോയി കാണുക, കാരണം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം, ഒരു ഡൗട്ടും ഇല്ല.